ദെയ്ഫ് കൊല്ലപ്പെട്ടതോടുകൂടി ഹമാസിന് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ എന്നാൽ 2024 ജൂലൈയിൽ അദ്ദേഹം കൊല്ലപ്പെട്ട് കഴിഞ്ഞതാണ്. അതിനുശേഷം ഹമാസ് അല്ലെങ്കിൽ ഇസുദ്ദീൻ ഖസാം ബ്രിഗേഡ് എങ്ങനെയാണ് പ്രവർത്തിച്ചത് നമ്മൾ കണ്ടു കഴിഞ്ഞു. കാരണം അവർ വളരെ ലക്ഷ്യകേന്ദ്രീകൃതമായി ഈ യുദ്ധത്തിൽ ഇസ്രായേലിനെ പ്രതിരോധിക്കുക എന്ന് പറയുന്ന അവരുടെ ദൗത്യം അവർ നിർവഹിച്ചു എന്ന് മാത്രമല്ല, ലോകത്തെ ആകമാനം സ്തംഭിപ്പിക്കുന്ന തരത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ജെൻറ്റിൽമാൻ ഡീൽ എന്ന് നിശ്ചയമായിട്ടും പറയാവുന്ന ഒരു ഡീലിലൂടെ യുദ്ധവിരാമത്തിലേക്ക് ഇസ്രായേലിനെ എത്തിക്കാൻ അവർക്ക് സാധിച്ചു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇന്നലെ അബൂ ഉബൈദയുടെ പ്രഭാഷണത്തിൽ പറയുന്നുണ്ട്, ഞങ്ങളുടെ നേതാക്കൾ ഏതാണ്ട് 6 നേതാക്കന്മാരുടെ പേരാണ് അദ്ദേഹം പറയുന്നത്. ഈ സൈഫ് സൂചിപ്പിച്ച മുഹമ്മദ് ദെയ്ഫ്, ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫായിട്ടുള്ള മർവാൻ ഈസ, അതേപോലെ മറ്റൊരു ഈ ഹ്യൂമൻ റിസോഴ്സ് ചാർജ് ഉണ്ടായിരുന്ന ഒരു സീനിയർ കമാൻഡർ, അതേപോലെ ഖാൻ യൂണിസിൻ്റെ ബ്രിഗേഡിൻ്റെ ചാർജ് ഉണ്ടായിരുന്ന ആൾ, നോർത്തേൺ ഗസയുടെ ചാർജ് ഉണ്ടായിരുന്ന ഒരാൾ, പിന്നെ ആർമമെൻസിൻ്റെ ആയുധ ശേഖരണത്തിൻ്റെ ചാർജ് ഉണ്ടായിരുന്ന സീനിയർ കമാൻഡർ. ഇത്രയും ആളുകൾ കൊല്ലപ്പെട്ടതാണ് അദ്ദേഹം ഇന്നലെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചത്. അപ്പോൾ അദ്ദേഹം ആ പ്രഭാഷണത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, ഇങ്ങനെയൊക്കെയാണെങ്കിലും ഒരു നിമിഷത്തിൽ പോലും, അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കതാണ്, ഒരു നിമിഷത്തിൽ പോലും ഞങ്ങൾക്ക് നേതൃശൂന്യത അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല. അത് ശരിയായൊരു അവകാശവാദം എന്ന് തന്നെയാണ് ഞാൻ പറയുക. കാരണം ഇത്രയും ഹോസ്റ്റൈലായുള്ളൊരു സിറ്റുവേഷൻ, അതിമാരകമായിട്ടുള്ള അതിഭീകരമായിട്ടുള്ള ആക്രമണം, ഇസ്രായേൽ റെലൻലെസ് അറ്റാക്ക് എന്ന് പറയുന്നത് 24 മണിക്കൂറും ബോംബ് വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ആധുനികമായിട്ടുള്ള ഒരു യുദ്ധ സന്ദർഭത്തിലല്ല, സാധാരണ സന്ദർഭത്തിൽ പോലും ആധുനികമായ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ഉപയോഗിക്കാത്തവരാണ് അവർ. നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണോ ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസസ് ഇവർ ഉപയോഗിക്കാറില്ല. കാരണം ഇലക്ട്രോണിക് ഡിവൈസസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇസ്രായേൽ IDF അത് ലൊക്കേറ്റ് ചെയ്യുമെന്നുള്ളതുകൊണ്ട് യഹിയ അയ്യാഷിൻ്റെ വധത്തിന് ശേഷം ഇത്തരം ഡിവൈസുകൾ ഉപയോഗിക്കാത്തവരാണ്. എങ്ങനെയാണ് അവരുടെ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് എന്താണെന്നുള്ളത് ഇനിയും ലോകത്തിന് അറിയില്ല. കോംപ്ലക്സ് നെറ്റ്വർക്ക് ഓഫ് പേഴ്സണൽ മെസ്സഞ്ചേഴ്സ് എന്നാണ് അതേക്കുറിച്ച് പഠിച്ചിട്ടുള്ള പല മിലിറ്ററി അനലിസ്റ്റുകൾ എഴുതിയിട്ടുള്ളത്. പക്ഷേ ആ കോംപ്ലക്സ് നെറ്റ്വർക്ക് ഓഫ് മെസ്സഞ്ചേഴ്സ് എന്ന് പറയുന്നത് വാട്ട് കൈൻഡ് ഓഫ് മെസ്സഞ്ചേഴ്സ്? നിങ്ങൾ പേപ്പറിൽ എഴുതി ഇങ്ങനെ കൊണ്ടു നടക്കുകയാണോ, കക്ഷത്ത് വെച്ച് കൊണ്ടു നടക്കുകയാണോ, ഇനി അതിൽ വേറെ എന്തെങ്കിലും ഡിവൈസ്, വയേർഡ് ഡിവൈസ് ഉപയോഗിക്കുകയാണോ, ഒന്നും അറിയില്ല. പക്ഷേ നോക്കൂ, ഇത്രയും സങ്കീർണമായൊരു സാഹചര്യത്തിൽ ഈ യുദ്ധത്തെ കോർഡിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അതിശ്രമകരമായിട്ടുള്ളൊരു കാര്യമാണ്, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ. പക്ഷേ അതാലോചിക്കണം, ഇങ്ങനെ നിരന്തരം ആക്രമണം നടക്കുന്നു, കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ഇല്ല, അതിനിടയിൽ സീനിയർ കമാൻഡേഴ്സ് എല്ലാവരും വെച്ചാൽ ഏറ്റവും ടോപ്പാണ് ദെയ്ഫ് എന്ന് പറയുന്നത്, എൻ്റെ സെക്കൻഡ് ഇൻ കമാൻഡ് എന്ന് പറയുന്ന ആളാണ് മർവാൻ ഈസ എന്ന് പറയുന്നത്, പിന്നെ പ്രധാനപ്പെട്ട ബ്രിഗേഡാണ് ഖാൻ യൂണിസ് ബ്രിഗേഡ്, നോർത്തേൺ ബ്രിഗേഡ്. ഇതിൻ്റെയൊക്കെ തലവന്മാർ കൊല്ലപ്പെട്ടിട്ടും അവർക്ക് ഈ കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, ഒരു ഡിഗ്നിഫൈഡ് ഡീൽ, നിശ്ചയമായും ഡിഗ്നിഫൈഡ് ഡീൽ എന്ന് പറയാവുന്ന ഒരു കരാറിൽ ഒപ്പുവെച്ച് യുദ്ധം അവസാനിക്കുന്നതിൽ കാര്യങ്ങളെത്തി. അതിനുശേഷം നടക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതും ഇത്ര വെൽ കോർഡിനേറ്റഡ്, ഡിസൈൻഡ് ആയിട്ടാണ്. ഈ ബന്ദി കൈമാറ്റം എന്ന് പറയുന്നത് മൂന്നാമത്തെ ബന്ദി കൈമാറ്റം ഇന്നലെ നടന്നു കഴിഞ്ഞു. അപ്പോൾ അതേക്കുറിച്ച് പലതരത്തിലുള്ള വിഷയങ്ങൾ വരുന്നുണ്ട്. ഒരു പക്ഷേ ലോകത്ത് ഇന്ന് നടക്കുന്ന ഏറ്റവും രസകരമായിട്ടുള്ളൊരു സൈക്കോളജിക്കൽ വാർഫെയറാണ് ഇസ്രായേലിനും ഹമാസിനും ഇവിടെ നടക്കുന്നതെന്നാണ് അതേക്കുറിച്ച് പലരും എഴുതിയിട്ടുള്ളത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബന്ദി കൈമാറ്റത്തിന് തിരഞ്ഞെടുക്കുന്ന സ്ഥലം, അവിടെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ, അതിൻ്റെ ബാക്ക് ഡ്രോപ്പ്, അതിൽ ഓരോ സന്ദർഭവും. ഇപ്പോൾ ഇന്നലെ ബന്ദി കൈമാറ്റം നടന്ന 2 വേദികളിലായിട്ടാണ്. ഇങ്ങനെ 2 വേദികളിലായിട്ട് എന്തിനാണ് നടത്തുന്നത്? ഒന്ന് നടത്തുന്നത് എവിടെയാണ്? ജബാലിയ എന്ന് പറഞ്ഞാൽ ഈ യുദ്ധത്തിൽ ഏറ്റവും അധികം ആക്രമണം നടന്നുള്ളൊരു സ്ഥലമാണ്. ഒരു അക്ഷരാർത്ഥത്തിൽ ഒരു കെട്ടിടം പോലും ബാക്കിയില്ലാത്ത സ്ഥലമാണ്. ഒരു കെട്ടിടം പോലും ബാക്കിയില്ലാത്ത വിധം തരിപ്പണമാക്കുക നമ്മൾ പറയില്ലേ, ആ ശരിയാം വിധത്തിൽ തരിപ്പണമാക്കിയൊരു നഗരമാണ് ജബാലിയ. ആ ജബാലിയയിലെ ഈ പറയുന്ന ഡെബ്രികൾക്കിടയിൽ നിന്നാണ്, അവിടെയാണ് ബാനർ കിട്ടുന്നത്. ഒരു രാവിലെ നോക്കുമ്പോൾ എന്താണ്, അവിടെ പതാകകൾ നിറയുന്നു, ബാനർ നിറയുന്നു. ഖസാമിൻ്റെ ബ്രിഗേഡ്സ് വന്നിട്ട് ഒരു കോളം സൃഷ്ടിക്കുന്നു. പിന്നെ റെഡ് ക്രോസിൻ്റെ വണ്ടി വരുന്നു, എവിടെ നിന്നോ കുറച്ചാളുകൾ പൊന്തി വരുന്നു, ഈ അവശിഷ്ടങ്ങൾക്ക് ആളുകൾ പൊന്തി വരുന്നു. ഇതെല്ലാം വീഡിയോഗ്രാഫ് ചെയ്യുന്നു. ഇതെല്ലാം ലൈവായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ കൊടുക്കുകയാണ്. മറ്റൊരു ചടങ്ങ് നടക്കുന്ന എവിടെയാണ്? ഖാൻ യൂണിസിൽ യഹിയ സിൻവാറിൻ്റെ തകർക്കപ്പെട്ട വീട്ടിൻ്റെ മുന്നിൽ വെച്ച്. ഇതൊക്കെ സിംബോളിക്കായുള്ള കുറേ അധികം കാര്യങ്ങൾ നടന്നിട്ട് ഒരു തിയേട്രിക്സ്, ഏതോ നിലക്കുള്ളൊരു തിയേട്രിക്സ് രൂപപ്പെടുത്തുകയാണ്. ആരോടാണ് കമ്മ്യൂണിക്കേറ്റ്? ഇത് പല നിലക്കുള്ള കമ്മ്യൂണിക്കേഷനാണത്. ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിക്കേഷൻ ഇസ്രായേലിന് തന്നെയാണ്. ഇത് ഞങ്ങളിവിടെ തന്നെയുണ്ട്, ഞങ്ങൾ പഴയ മിലിറ്ററി ഫാറ്റിക്സിൽ, പഴയ ഓർഡറിൽ
ഞങ്ങൾ വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് ഇവിടെയുണ്ട്. ഞങ്ങൾക്കൊരു ഇവൻ്റ് സംഘടിപ്പിക്കാൻ ഏറ്റവും മികച്ച ഒരു റൺ ഡൗണിൽ ഒരു ഇവൻ്റ് സംഘടിപ്പിക്കാൻ ഞങ്ങൾക്കത് സാധിക്കുന്നു.